ബുത്സിംഗ്, നീ എങ്ങനെ ഇവിടെ എത്തി? അളിയ, ഇത് നിന്നെക്കൂട്ട് ഹോണസ്റ്റ് ആൾക്കാർക്ക് പറ്റിയ സ്ഥലമല്ലിത്. എന്താടാ? എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താടാ പറ്റിയേ? അളി, എനിക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്. കാശോ? അതല്ല പിന്നെ? എനിക്കും ആ പണി വേണം. രണ്ടും 5 ആക്കുന്ന പണി. എന്താ? പെട്ടെന്ന് കാശോ? അളിയ, ഇത് നിന്നെക്കൂട്ട് ഹോണസ്റ്റായ ഒരാൾക്ക് പറ്റിയതല്ല. നീ നിന്റേതായ രീതിയിൽ ഹോണസ്റ്റ് ആക്. നീ ഇപ്പൊ ചെയ്യുന്നത് തന്നെ ചെയ്യേ. 2 5 എഴുതല്ലേ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അളിയ, അത് നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. നീ ഒരു ഹോണസ്റ്റായ ഒരുത്തനാ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം അളിയ. നീ സത്യസന്ധരാവ്. നീ നിന്റെ ജോലി ചെയ്യ്. അതിന് എന്താണേലും. എൻ്റെ ജീവിതം മടുത്തളിയ. എനിക്കും കൂടെ ആ പണി വേണം. എന്നെ കൂടെ പഠിപ്പിക്കളിയാ. എനിക്കും പഠിക്കണം. നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ഇത് ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമുള്ള കാര്യമില്ല. നീ നിന്റെ ജോലി മാത്രം ചെയ്യ്. അളിയ ജോഷി, ഞാൻ പറഞ്ഞ നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എടാ, ഇത് നിനക്കുള്ളതല്ല. സോറിയേ. മനസ്സിലാക്കാൻ ശ്രമിക്കേ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നിനക്കറിയില്ല ഇതിനെന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്നറിയോ? 2 5 ആക്കണേ. ഓക്കെ? ഇങ്ങനെ എനിക്ക് നീ ഹോണസ്റ്റ് ആയിരിക്കാൻ പറ്റില്ലടാ. 15 വർഷം കഴിഞ്ഞ് ഇത് തുടങ്ങിയിട്ട് വെറും 300 രൂപ എനിക്ക് ദിവസം കിട്ടിക്കൊണ്ടിരുന്നത്. എന്റെ കുട്ടിയുടെ ഫീസ് പോലും അടയ്ക്കാൻ പറ്റുന്നില്ല. എന്റെ ഭാര്യ എന്റെ അത്ര സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് തികയുന്നില്ല. ഒരു മൃഗത്തിന് പോലും 2 നേരം ആഹാരം കിട്ടും. ഞാനെന്താ മൃഗത്തേക്കാൾ മോശമാണോ? എന്തെങ്കിലും ചെയ്യളിയാ. ഭയങ്കര കഷ്ടപ്പാടാ. എന്നെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൂടെ? പറ്റാത്തോണ്ട്. അളിയ ജോഷി, നീ എന്തേലും ഒന്ന് ചെയ്യ്. ശരി, എന്നാ നീ ഇങ്ങനെ പിള്ളേരെ പോലെ കരയല്ലേ. എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നീ അടിച്ചെന്റെ ഫീലും കളഞ്ഞു. ഇതെടുക്ക്, കുടിക്ക്. കുടിക്കടാ. നിനക്ക് 2 5 ആക്കണ്ടേ? എന്നാ നീ ഇത് കുടിച്ചാ പറ്റൂ. കഴിക്കടാ. ഓ, എന്ത് ചെയ്യുന്ന